ഹായ് ഫ്രണ്ട്സ്, കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ അധീനതയിലുള്ള 18 അര പൊടിക്കളങ്ങളിൽ ഒരു പൊടിക്കളമാണിത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രക്കോഴത്തിന് മുന്നേ നടക്കുന്ന ഒരു ചടങ്ങാണ് ദൈവത്തെ കാണൽ. ആ ചടങ്ങ് നടക്കുന്നത് ഈ പ്രദേശത്ത് വെച്ചാണ്. ഇത് മണത്തണ വാകയാട്ട് വയൽ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതുപോലുള്ള മൊത്തം 18 അര പൊടിക്കളങ്ങളാണ് കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ അധീനതയിലുള്ളത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ആദ്യത്തെ ചടങ്ങാണിത്. മെയ് 12-ാം തീയതിയാണ് അടുത്ത ചടങ്ങായ പ്രക്കൂഴം ചടങ്ങ്. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ 64 സ്ഥാനികരിൽ ഒരാളായ ഒറ്റപ്പിലാൻ എന്ന സ്ഥാനികനാണ് ഈ കർമ്മം ചെയ്യുന്നത്. ആദിവാസി ഗോത്ര സമൂഹത്തിലെ കുറിച്യ സമുദായത്തിലെ മുതിർന്ന ആളാണ് ഈ ഒറ്റപ്പിലാൻ എന്ന സ്ഥാനികൻ. ഈ വർഷത്തെ വൈശാഖോത്സവത്തിൻ്റെ ഭാഗമായി മെയ് 9-ാം തീയതിയാണ് ഈ ചടങ്ങ് ഇവിടെ നടക്കുന്നത്. മൈനാകം ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൊട്ടിയൂർ വൈശാഖോത്സവത്തിൻ്റെ പ്രാരംഭ ചടങ്ങായ ദൈവത്തെ കാണൽ മണത്തണ വാകയാട്ട് പൊടിക്കളത്തിൽ നടക്കുകയാണ്. വെള്ളിയാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഒറ്റപ്പിലാൻ, കാടൻ സ്ഥാനികർ എന്നിവർ നേതൃത്വം നൽകി. കാരണവർ മനങ്ങാടൻ കേളപ്പൻ കാർമ്മികത്വം വഹിച്ച ചടങ്ങിൽ കാടൻ, ദാരപ്പൻ, ബാബു എന്നിവർ സഹകർമ്മികരായി. കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാരെ സാക്ഷിയാക്കി കുറിച്യ സ്ഥാനികൻ പൂജാവേളയിൽ ദൈവത്തോട് സംസാരിക്കുന്നതും വൈശാഖോത്സവ ഒരുക്കങ്ങൾക്ക് അനുവാദം വാങ്ങുന്നതുമാണ് ചടങ്ങ്. മുൻപ് പൊടിക്കളങ്ങളിൽ ശേഖരിച്ചിരുന്ന നെല്ല് വൈശാഖോത്സവത്തിനാവശ്യമായി സ്വീകരിക്കുന്നത് ദൈവത്തെ കാണൽ ചടങ്ങോടുകൂടിയായിരുന്നു. കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ, തലശ്ശേരി മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ NK ബൈജു, പാരമ്പര്യ ട്രസ്റ്റി അക്കൽ ദാമോദരൻ നായർ, പാരമ്പര്യേതര ട്രസ്റ്റി N പ്രശാന്തൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ K ഗോകുൽ, മാനേജർ നാരായണൻ നായർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. വൈശാഖോത്സവത്തിൻ്റെ നാളുകൾ കുറിക്കുന്ന ചടങ്ങുകളായ പ്രക്കൂഴം തിങ്കളാഴ്ച ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നടക്കും. ക്ഷേത്രസന്നിധിയിലെ കുത്തോട് മണ്ഡപത്തിലാണ് തീയതി കുറിക്കൽ ചടങ്ങ് നടക്കുക. ജൂൺ 8-ന് നെയ്യാട്ടത്തോടുകൂടി വൈശാഖോത്സവം ആരംഭിക്കും. ഇതാണ് കൊട്ടിയൂരിലത്തെ 64 സ്ഥാനികരിൽ ഒറ്റപ്പിലാൻ സ്ഥാനികരല്ലേ. പേര് കേളപ്പൻ. അദ്ദേഹത്തിൻ്റെ അനുജനാണിത്. പേര് ദാരപ്പൻ എന്ന ഗോപാലനും പിലാൻ എന്ന സ്ഥാനികനാണ്. പൂണമില്ലാത്ത നമ്പൂതിരി എന്ന് പറയൂലേ, ഗോത്ര സമൂഹത്തിൻ്റെ അല്ലേ. അതെ, ഫസ്റ്റില് അക്കരെ കിടക്കുന്നു. ഇന്നത്തെ ഈ ചടങ്ങിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇതെന്താണ് ചടങ്ങ്? പൊടിക്കളത്താണ് ഇവിടെ നടത്തിയിട്ട് പിന്നെ ഇന്ന് വൈകുന്നേരം അവിടെ ചെയ്യാറുണ്ട്. അന്നത്തെ അവിടെ പൊലയേറ്റ് പോയി. പൊലയേറ്റ് പോയിപ്പം അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇപ്പം പിന്നെ അത് തന്നെ കഴിഞ്ഞിട്ട് അത് അവിടെ ചെയ്യും. ഈ ഒരു ചടങ്ങ് എന്തിനാ അനുസ്മരിക്കുന്നതാണ്? അത് നമുക്ക് ദൈവത്തിൻ്റെ ഇതായിട്ട് അദ്ദേഹം കാണുന്ന ഒരു ചടങ്ങ്. എല്ലാവർക്കും തായും തണലിനും യാതൊരു ബുദ്ധിമുട്ടും നടത്താതെ കിഴക്ക് പെരുമാളെ ഇതായിട്ട് ദൈവത്തെനാഥനെ കഴിച്ചുകൂട്ടിയതോടും എല്ലാ ദൈവത്തോടും സങ്കടങ്ങളും നമ്മളെ സങ്കടങ്ങൾ സങ്കല്പിച്ച് പറഞ്ഞുകൊണ്ട് ആണ് ഒരു പൂജ ചെയ്തല്ലേ. അതായത് ഈ ഭഗവാന്റെ ആവശ്യത്തിന് മുമ്പായിട്ട് ഇത് ചെയ്തിട്ട് എല്ലാം 4 വേലിയും കെട്ടി വേലിക്കകത്ത് എല്ലാവരും കാത്തു സൂക്ഷിക്കാനുള്ളൊരു ഈ സമ്പ്രദായമാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. ശരി, വൈശാഖോത്സവം തുടങ്ങുന്നതിന്റെ മുമ്പിലുള്ള ആദ്യ ചടങ്ങാണ്. അതെ, ആദ്യത്തെ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുളങ്ങര വൈകുന്നേരം കുളങ്ങര വിലയായി പോയില്ല. ആൾക്കാരിന് കാണണം. അപ്പൊ ഉത്സവം കഴിഞ്ഞ് വന്നാലും അവിടെ ചെയ്യണല്ലോ, ഇവിടെ ചെയ്യൂല. അപ്പൊ ഈ 28 നാൾ നടക്കുന്ന വൈശാഖോത്സവത്തിന് എല്ലാവരെയും സംരക്ഷിച്ചോളണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള എല്ലാവരും ദേവന്മാരും തന്ത്രികളും മത്സരമില്ലാതെ അടുത്തും വളർത്തായിട്ട് പറഞ്ഞു എന്നാണ് പ്രാർത്ഥന സങ്കല്പിക്കുന്നത്. ഓക്കെ, പൊടിക്കളാണ്. പൊടിക്കളം 18 പൊടിക്കളത്തിൽ ഒരു പൊടിക്കളാണ് വയനാട്ട് പൊടിക്കളം. വാകയാട്ട്, മണത്തണ വാകയാട്ട് വയലിലുള്ള ഈ ഒരു പൊടിക്കളം. ദേവസ്ഥത്തിൻ്റെ അണ്ടറിൽ 18 പൊടിക്കൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതെ അതെ, 18.